നമ്മളെ കുട്ടിയല്ലേ? ഫോണ് വീട് ആ ഉണ്ട്, കുഞ്ഞുണ്ട്. ഇങ്ങനെ വിളിച്ചാൽ വരും, നല്ല രസമാണ് കാണാൻ. ബാ ബാ, ഇപ്പൊ ആളെല്ലാം മനസ്സിലാവാൻ തുടങ്ങി. ബാ, ആ വരുന്നുണ്ടാ, ദേ തോറ്റ് വന്നേക്കുന്നു നിന്റെ മോൻ. ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ അറിയോ? ഇവിടെ ഭയങ്കരമായ അവിഹിതത്തിൽ നമുക്കൊരു 4 കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആരായിരിക്കും ആ വിദ്വാൻ ഒന്ന് പറ നോക്കിയിട്ട്. ഇതാണ് കുട്ടി. ഇതിന് അമ്മ ആരായിരിക്കും, അച്ഛനാരായിരിക്കും? ആർക്കെങ്കിലും വല്ല ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നോക്കിയേ, നല്ല ബേബി അല്ലേ? 4 ദിവസമായിട്ടില്ല കേട്ടോ, കണ്ണൊന്നും തുറന്നില്ല. ഓക്കെ, നല്ല ഹെൽത്തി 4 ബേബീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അമ്മനെ നിങ്ങൾ ഒന്ന് കൺഫ്യൂഷൻ ആരാന്ന് എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നുമില്ലല്ലേ? മിക്കവാറും സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാത്രി ഈ ചെറിയതിനെല്ലാം ഒരുമിച്ച് വിടില്ലേ? സാധാരണ മെയിലിന് ഫീമെയിലിന് ഒരുമിച്ച് വിടല്ലേ? ഇനി എപ്പോൾ എങ്ങനെ സംഭവിച്ചെന്ന് ഒരു പിടുത്തില്ല. നമ്മളെ കിവിയാണ് ഇതിൻ്റെ ആള്. ഓക്കെ, നമ്മളെ കിവിക്കാണ് 4 കുട്ടികളുള്ളത്. ഇതൊക്കെ ഉണ്ടടാ നമ്മൾ കൊണ്ടുപോകുന്നില്ല. എന്തൊരു കെയറിങ് എൻ്റെ പൊന്നോ. ഒരു ബേബി കുറച്ച് ചെറുതാണ് കേട്ടോ, വളരെ ചെറിയതാണ്. ബാക്കി 3 ആളും നല്ല ഹെൽത്തിയാണ്. ഓക്കെ, ഒന്ന് ബ്ലാക്ക് ഉണ്ട് കേട്ടോ, ബ്ലാക്ക് കളർ ഉണ്ട്. ഇതൊക്കെ എന്താ രസല്ലേ. ഇതാ ഒന്ന് പിന്നെ ട്രൈ കളർ, 3 കളറും മിക്സ് ആയിട്ടുള്ള ഒന്നുണ്ട് എന്നാ. ഓക്കെ, പിന്നെ നമ്മൾ ആദ്യം കാണിച്ച ഒരെണ്ണം കിവിനെ പോലത്തെ. അപ്പോൾ കിവിക്ക് ഇതാ 4 മക്കളും. അപ്പോൾ നമ്മളിതാ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാളിങ്ങനെ കുരച്ചടങ്ങറായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവൻ അച്ഛനൊന്നല്ല, ഇത് ഫീമെയിൽ തന്നെ കേട്ടോ. ഇതാണ് നമ്മുടെ പെപ്സി. എൻ്റെ പോലെ ഓടിച്ചാടി കളിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ല, ഭയങ്കര ഹൈപ്പറാണ്. നീ ഇറങ്ങണ്ട നീ എടുക്ക്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും, ട്രീറ്റ് കൊടുക്കല്ലേ രണ്ടാക്കും. നമ്മൾ കാര്യമായിട്ട് കൊണ്ടുവന്നല്ലേ, 2 ട്രീറ്റ് കൊടുത്തിട്ട് സന്തോഷിപ്പിക്കാം. ഇത് നമ്മൾ ബാക്ക് സൈഡാണ് നമ്മുടെ എലിനേലും ബ്രീഡ് ചെയ്യിക്കുന്ന സ്ഥലം. ഓക്കെ, അതുപോലെ നമ്മുടെ പിന്നെ ട്രീറ്റ് ഉണ്ടാ ചില. ഇപ്പം ഞാനിപ്പോൾ മാമ്പോക്ക് ഒരു ട്രീറ്റ് കൊടുത്തിന്, വലിയ മറ്റേ കാർലിൻ്റെ വലിയ പീസ്. പെപ്സി ബാ, ഓ ബേബി ബാ, ബാട കിവിക്കുട്ടാ. എൻ്റെ പൊന്ന് മോൻ എന്താണ് അയ്യവ. ഓ ഭയങ്കര ഇഷ്ടമാണ് ട്രീറ്റ്, ഭയങ്കര ഇഷ്ടമാണ്. ഇതാ 4 ബേബിനെ ഇപ്പം ശരിക്കും കാണിച്ചോ, കറക്റ്റ് കാണാം. കൊള്ളാം അല്ലേ? വലുതാവും ഭയങ്കര രസമായിരിക്കും. അതേപോലെ വേറൊരു സംഭവം ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞെന്നറിയില്ല, നമ്മുടെ മിൻപിന്നില്ലേ, നമ്മുടെ മിൻപിൻ പാരൻ്റ് നമ്മുടെ ഒരു ഡോഗ് കടിച്ചിട്ട് മരിച്ചുപോയി. ആര്? നമ്മുടെ റൂബി, വേറെ ആരുമല്ല. അവർ ഞാൻ പറഞ്ഞവർ ഒരുമിച്ച് തന്നെ വിടുന്നതാണ്. ഒരു ദിവസം പെട്ടെന്ന് നമ്മൾ വീഡിയോ CCTV നോക്കിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല, പെട്ടെന്ന് ആൾ അറ്റാക്ക് ചെയ്ത് അന്നേരം തന്നെ അത് ചത്തുപോയി. അപ്പോൾ 3 മക്കളും അനാഥരായി പോയി. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ വളർത്തി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, 3 ആളും ഹെൽത്തി ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, അവരെയും കൂടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ എന്താ പറയുക, അത് റൂബിക്ക് എപ്പോൾ ഒരു ഫീമെയിൽ ഡോഗിനോട് ഭയങ്കര പ്രശ്നമാണ്, എന്താണെന്നറിയില്ല. ഇപ്പോൾ കുറേ പ്രാവശ്യമായില്ല ഇതുപോലെ അറ്റാക്കുകൾ നടക്കുന്നു. പക്ഷെ റൂബിനെ നമുക്ക് വിടാണ്ടിരിക്കാനും പറ്റുന്നില്ല. ഓക്കെ, അതിനിടയ്ക്ക് നമ്മുടെ റാമോസ് ഭയങ്കരമായ ഒരു പ്രൊട്ടക്ഷൻ നടത്തിയാണ് കേട്ടോ നമ്മുടെ. അപ്പോൾ എന്താണെന്ന് നിങ്ങൾ ഊഹിച്ചോ. പക്ഷേ വീഡിയോ ഒന്നും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂല, അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളതൊന്നും എടുത്തിട്ടില്ല. പിന്നെ എന്താ പറയുക, ഓക്കെ, ഞാനൊന്നും അതിനെപ്പറ്റി പറയുന്നില്ല. ഓക്കെ, നല്ല രീതിയിലുള്ളൊരു പ്രൊട്ടക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ചിലതിന് നമുക്ക് പരിമിതികളുണ്ട് സംസാരത്തിന്. ഓക്കെ, നിങ്ങൾ ഊഹിക്കുമെന്ന് വിചാരിക്കുന്നു പല കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ അതുപോലെ നമ്മുടെ മാമ്പോക്ക് ചെറിയൊരു പരിക്ക് പറ്റീനെ, പുറത്തിറങ്ങിയിട്ട് ചില സമയത്ത് ഒരു ഏതോ ജീവിയായിട്ട് കടി കൂടിയിട്ട് നമ്മളിപ്പോൾ ഇതാ നമ്മളെ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. സിറ്റ്, എവിടെ പോകുന്നത്? അടിയിരിക്കും. ഓക്കെ, പിന്നെ പിന്നെ വലിയ മുറിയും കാര്യങ്ങളിലും വന്നിട്ട് സർജറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രശ്നമൊന്നുമില്ല, നല്ല ഓക്കെയാണ്. പക്ഷെ നല്ലോണം മെലിഞ്ഞു പോയി മൂപ്പര് അല്ലേ? ഓക്കെ. പിന്നെ വാലിൻ്റെ ബാക്കിലും ഒരു മുറി വന്നിട്ടുണ്ട്. അതും ഒരു മൽപ്പിടുത്തം തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ ജീവികളെ വളർത്തുന്ന സ്ഥലമായതുകൊണ്ട് ചിലപ്പം എന്തെങ്കിലും അക്രമങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇവരാണ് നമ്മളെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചില സമയത്ത് ഈ പറഞ്ഞ പോലെ അവർക്കും പരിക്കൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ കന്നാസിനെയും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ബാക്ക് സൈഡ്. നമ്മൾ കോഴിയെല്ലാം അത്യാവശ്യം വലുതായിട്ടുണ്ടോ? ഇതുണ്ടാ, കോഴിയെല്ലാം ഏകദേശം ഈ പരുവായി. പിന്നെ അടുത്ത കോഴി ഇതാ നമ്മൾ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ, അതിന് മുമ്പത്തെ വീഡിയോയിൽ
എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാ കുട്ടികളും ഒരു ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ട്, എല്ലാം വളരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്ത് നമ്മൾ തുറന്നു വിടുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പൂച്ച പിടിക്കൽ ഇതൊന്നും ഉണ്ടാവില്ല. ഓ കന്നാസ് കുട്ടാ, അടിരുന്ന നോ നോ സിറ്റ്, ഗുഡ് ബോയ് ഡാഡാ, അടിരുന്ന ഐ സിറ്റ്, ഗുഡ്. ഓ വേണോ ട്രീറ്റ് വേണോ? ഓക്കെ ട്രീറ്റ് കിട്ടുമ്പോഴേക്ക് ഓക്കെ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ട്രീറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആരെയും ഇപ്പോൾ കാണാമെന്നുണ്ടെങ്കിൽ ഇതുണ്ടാ നമ്മൾ വേസ്റ്റിൽ കത്തിക്കുന്നുണ്ടാ. എല്ലാ ദിവസവും നമ്മളിങ്ങനെ വേർതിരിച്ചിട്ട് പ്ലാസ്റ്റിക് വേറെ, അതുപോലെ ഫുഡ് വേസ്റ്റ് വേറെ, അതുപോലെ കത്തിക്കാൻ ഉള്ള സാധനങ്ങൾ വേറെ വേറെ തന്നെ ആക്കിയിട്ട് നമ്മളത് നിർമ്മാർജ്ജനം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഡെയിലി ചെയ്യുന്നതാണേ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം അങ്ങനെ നോക്കുന്നത് കൊണ്ടാണ് നമ്മൾ അത്യാവശ്യം വൃത്തിയിൽ കൊണ്ട് നടക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ കോമൺ ആയിട്ട് ഞാൻ കാണിച്ചതാണ്. അതുപോലെ കുറേ നമ്മുടെ ഇതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും പണിയെടുക്കുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. എന്താ കംപ്ലീറ്റ് കുറേ മെഷും കാര്യങ്ങളും കട്ടിങ്ങും ഷേവിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ നമ്മൾ കുറച്ച് കേജും കാര്യങ്ങളിലും ബാക്കിൽ, പിന്നെ ഞാൻ പറവനെ സെറ്റ് ചെയ്യുന്നത് പറഞ്ഞില്ലേ, ആ പറവനെ സെറ്റ് ചെയ്യുന്നത് ബാക്കിൽ നല്ല രീതിയിൽ നമ്മൾ സെറ്റപ്പ് ആക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അതുപോലെ നമ്മുടെ കോഴിമുട്ടകളുണ്ടോ, അല്ല ഈ മുട്ടകൾ മൊത്തം എന്തിൻ്റെയെന്ന് മനസ്സിലായിനാ? നമ്മുടെ അന്ന് കാണിച്ചില്ലേ കുറേ ഒരേപോലത്തെ കോഴി, ഫയോമിൻ്റെതാണ്. പിന്നെ ഒന്ന് നമ്മുടെ താറാവിൻ്റെതും, താറാവ് അതിൻ്റെ കൂടെ തന്നെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ആരെയോ കാണിക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ, അവരെ കാണാൻ വേണ്ടി പോവാം. ആരെ കാണിക്കാന്ന് പറഞ്ഞേ? ആ മിൻപിൻ്റെ മക്കളാ. ഓക്കെ വാ. ഏയ് ജോട്ട ബേബി, ജോട്ട വലുതായിട്ടാ. നമ്മൾ അമ്മേൻ്റെ അടുത്ത് മാറ്റിയായി, ഇപ്പം സിംഗിളായി. അമ്മയും ഉഷാറാവട്ടെ, മോനും ഉഷാറാവട്ടെ അല്ലേ? അടിപൊളി, നല്ല ഹൈറ്റായി വരുന്നുണ്ട് കേട്ടാ, നല്ല ഷേപ്പും ഉണ്ട്, മൊത്തത്തിൽ അടിപൊളി തന്നെ ചോട്ട. ഇല്ലേ മുഞ്ചനല്ലേ? പോട്ടെ. എന്താടാ അയ്യോടാ ഇറങ്ങി ഓടുന്നാ? ഈ കുതിരക്ക് ഇവിടെ ഇങ്ങനെ മസാജ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. ഈ ഭാഗത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ നിന്ന് തരും. അടിക്കുന്ന ഓക്കെ, നമുക്ക് നമ്മുടെ മിൻപിൻ്റെ മക്കളൊക്കെ ഉണ്ടേ. വാ. എന്താടാ എന്നെ കായിട്ട് കുറേ, എനിക്കൊരു ഫീമെയിലിനെ കണ്ടു വെച്ചിട്ടുണ്ട് കേട്ടാ. എനിക്കൊരു പെണ്ണിനെ കൊണ്ടുവരുന്നുണ്ട്, നമുക്ക് വാങ്ങിക്കാൻ പോകും ഇപ്പോൾ. അപ്പോൾ ഇതാ നമ്മുടെ മിൻപിൻ്റെ മക്കളും നമ്മുടെ കിമ്മിച്ചിൻ്റെ മക്കളും ഒരുമിച്ചാണ്. അയ്യേ വെള്ളത്തിലെല്ലാം ചാടി അടിക്കടിക്കടി ഇവരെല്ലാം ഒരുമിച്ച് പുറത്തു വിടുന്ന ടീമാണ് കേട്ടാ. ഇറങ്ങി ഓടി അങ്ങനെയുണ്ട്. എല്ലാം നല്ല ഹെൽത്തി ആണ് കേട്ടോ, ഒരു പ്രശ്നമില്ല. ബാ 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 ബാ. എടാ നോക്കണേ, അങ്ങോട്ട് പോയേക്കല്ലേ. ഇതുണ്ടാ എല്ലാവരും ഇവിടെ ഇവരുടെ തട്ടൊക്കെ വന്നിട്ടാ എല്ലാ ട്രീറ്റ് മണപ്പിച്ച് നിൽക്കുന്ന നോക്കിയാൽ വലിയ ട്രീറ്റിൻ്റെ താഴത്താണ് എല്ലാവരും ഉള്ളത്. നോക്കിയാ നമ്മളെ കിമ്മിച്ചനെല്ലാം വലുതായി കേട്ടാ. കിമ്മിച്ച് ബേബി സെയിം എന്നിട്ടാ, കടിയോ കടി, എല്ലാവരും കടി തന്നെ. എന്താ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, അമ്മ മിസ്സായിപ്പോയി. ശരിക്കും ഉണ്ടല്ല പൂപ്പിൻ്റെ തല തന്നെ വന്നിനെ, ശരിക്കും കാണുമ്പോൾ അങ്ങനെ മനസ്സിലാവും. കണ്ടാ ദിവനയിൽ കാണുമ്പോൾ ശരിക്കും പൂപ്പി തന്നെ. പക്ഷേ മിൻപിൻ്റെ കളറും ഷേപ്പെല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ശിവാവൻ്റെ ഹെഡ് ഷേപ്പെല്ലാം ശിവാവൻ്റെ എന്താ രണ്ടും കൂടി മിക്സാണ്, ശരിയായ ക്രോസ് ബ്രീഡ്. ഇതിനകത്ത് മൂത്രയിച്ചിട്ടോ. പുറത്തിറങ്ങിയാൽ പിന്നെ ഈയും പൂവെല്ലാം പരിപാടിയല്ലേ, അതിന് വേണ്ടി വിട്ടെന്ന് വിചാരിച്ച്. ഇത് നമ്മുടെ പഴയ കോക്കറ്റ്, നമ്മുടെ കുട്ടി തന്നെയാണേ. അവനിപ്പോൾ നമ്മളെ തന്നെ ഉണ്ട് കേട്ടോ, ഒരുമിച്ച് തന്നെ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ ഇവന് ഈ ഫെദർ പ്ലക്കിങ്ങിൻ്റെ പ്രശ്നം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അടുന്ന് കളിക്കില്ല. ബാ, കുറേ എല്ലാവരും കാണാത്ത ഇവൻ്റെ ഈ രോമം ഇങ്ങനെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഒരു പ്രശ്നം, ഇതെന്താന്ന് ഇങ്ങനെ എന്നുള്ളത്. ഇത് ചെറുപ്പം മുതലേ ഇങ്ങനെ ഉണ്ട്, ഇത് ശരിയാവലേ ഇല്ല കേട്ടോ. നമ്മളിവിടെ ബ്രീഡായതാണ്. എത്ര വയസ്സായിട്ടുണ്ടോ ഇപ്പോൾ? എനിക്ക് തോന്നുന്നു ഒരു 7 വയസ്സങ്ങനെ ആയിട്ടുണ്ടോ അല്ലേ?
കടിക്കൊന്നുമില്ല. എപ്പോൾ അന്നും ഇന്നും ഒരേ സ്വഭാവം. ഇപ്പോൾ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന പോലെ ആക്കുന്നുണ്ടോ? ഓക്കെ, നീ ഇടുന്നു. ആ ഓക്കെ. ഇതെന്താ ഞാനിപ്പോൾ ഇവിടെ ഇല്ലെന്നറിയോ, നമ്മുടെ സ്വാൻ്റെ പോണ്ടിലുള്ളത്. സ്വാൻ്റെ പോണ്ട് ഇടയ്ക്ക് ഇതുപോലെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാറുണ്ട്. ആ ക്ലീൻ ചെയ്ത സമയത്ത് നമ്മൾ ഈ മീനിനൊക്കെ എടുത്തിട്ട് തൽക്കാലം നമ്മുടെ എന്താ പറയുക ഫിഷിൻ്റെ നമ്മുടെ ഡക്കിൻ്റെ പോണ്ടിലിടുക ചെയ്തേ. എന്നിട്ട് അങ്ങോട്ട് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ച് മാറ്റി കേട്ടോ. അത്യാവശ്യം നമ്മുടെ പാക്ക് ഫിഷിനൊക്കെ ഉണ്ടോ, നമ്മുടെ നെട്ടർ അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട്. ഈ സമയത്ത് ഇപ്പോൾ വെള്ളം നിറയാത്തതുകൊണ്ട് നമുക്ക് പിടിക്കാനൊക്കെ പറ്റും. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനൊന്നും കഴിയില്ല. ഇതൊക്കെ സൈസ് നോക്കിയാൽ ഹെവി ആയില്ലേ. അതുപോലെ ചിലപ്പോൾ മേലെ പിടിക്കാത്തതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചാടിപ്പോവും. ഓക്കെ, അപ്പോൾ ഡാമേജ് പറ്റാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ എടുത്തു കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. എത്ര കിലോ ഉണ്ടോയെന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ ഇതെല്ലാം കണ്ടോ, ഇതൊക്കെ സൈസ് അത്യാവശ്യം സൈസ് ഉണ്ട്. നല്ല അയക്കുറവിലുണ്ടല്ലേ. പിന്നെ ആരുള്ളേ, പിന്നെ നമ്മുടെ വൈറ്റ് ഉണ്ട്. അതുപോലെ നമ്മുടെ ഗൗര ഉണ്ട്, ജൈൻ ഗൗര. ഗൗര ഇങ്ങോട്ട് പോകാനെ എല്ലാത്തിനും ഇപ്പം നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പറ്റില്ല. അല്ല സൈസ് നോക്കിയേ, ഹെവി ആയില്ലേ, നല്ല സൈസായില്ലേ. വേറെ എല്ലാം ഒരുമിച്ച് പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ വേറൊരാളും കൂടി ഉണ്ടേ, ഒരു ഗൗരിയും കൂടി ഉണ്ട്. ഇങ്ങോട്ടേക്കടാ, വട വട മോനെ. ആ ആ നല്ല എന്താ അനുസരണ. ഓ അനുസരണ എന്ന് പറയുമ്പോഴേക്ക് അനുസരണക്കേട് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിങ്ങനെ റെയറായിട്ട് കാണാൻ പറ്റുന്നതാണ് ഈ മീൻ ഇത്ര ക്ലിയറായിട്ട്. ഓക്കെ, അവിടെ പാക്ക് ഫിഷിന് നേരെ നിൽക്കാൻ പറ്റിയ രീതിയിലായിട്ടില്ല കേട്ടോ. വെള്ളം അതേപോലെ നിറഞ്ഞ് വരണം. സ്ലോലിയേ വെള്ളം ആവുള്ളൂ. ഓക്കെ, അതുപോലെ നമ്മൾ സ്വാനയുടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വെള്ളം നിറഞ്ഞിട്ട് വേണം അതിന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. സ്വാനും ഫിഷെല്ലാം അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എല്ലാം രണ്ടാളും ഓക്കെയാണ്. ഓക്കെ ഇല്യാസേ, സെറ്റല്ലേ? ഓക്കെ, ഇതെന്താ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് നമ്മുടെ പപ്പീസ് ഇതാ ഈ ലെവലിൽ എത്തിയിട്ടാ. നമ്മൾ ഒരാൾ മിസ്സാവുമെന്ന് വിചാരിച്ചല്ലേ, പക്ഷെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ശരിക്കും കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ തന്നെ. ഓക്കെ, അതുപോലെ അമ്മയും ഹെൽത്തിയാണ്, എല്ലാവരും കൂടി ഉണ്ട് കേട്ടോ. അയ്യോ എൻ്റെ പെപ്സി ചളി പോയി കുളിക്കുന്നുണ്ടാ. ഡാ കം പെപ്സി 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 ബാ 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 കിവി കിവി ബാ ബാ എല്ലാവരും ബാ. എന്താടാ അതിന് കാലിന് പറ്റിയേ? ആ ഇല്ല പൂപ്പയെന്നോ, ഞാൻ ആകെ പേടിച്ചു വല്ല പെട്ടെന്ന്. ഇത്രയും നേരം ഇടുന്ന് ഓടിക്കളിച്ചതാണ്. എല്ലാവർക്കും ബേബീസിനെ നോക്കുന്നുണ്ടാ. നോക്കിയോ ആ ആ അച്ചോടാ. ആ ശരിയായ അമ്മത്തി ഇതാണ് ശരിക്കും. പിന്നെ ഷിറ്റ്സുവിൻ്റെ ഏറ്റവും ശരിയായ ഇത് കേട്ടോ, ക്വാളിറ്റിയിലെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ സൈസെല്ലാം നല്ല കോമ്പാക്റ്റ് സൈസാണ്. ബാക്കി എല്ലാവരെയും കണ്ട കുറച്ച് വലിപ്പം കൂടുതലല്ലേ. ഓക്കെ കണ്ട, ഇവളാണ് പെർഫെക്റ്റ്. പക്ഷേ എന്താ ചെയ്യുക, അവിഹിതത്തിൽ കുട്ടികളായി പോയി. ഇവിടെ നിലത്ത് വെച്ച് കൊടുക്കാമല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടൊക്കെ നോക്കാമല്ല. ഇതറി ഇല്ല കേട്ടാ, പ്രശ്നമൊന്നുമില്ല, ആർക്കും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നല്ല രസമുണ്ടല്ലോ. ഇതാണ് കൂട്ടത്തിൽ നമ്മൾ ഒന്ന് കാണിച്ചേ ചെറുത് മിസ്സാവുമെന്ന് വിചാരിച്ച ആൾ. കുഴപ്പമൊന്നുമില്ല, എല്ലാം സെറ്റാണ്. ശരിക്കും പൂച്ചക്കുട്ടിനെ പോലെ ഉണ്ടല്ലേ, കാണാൻ നോക്കിയേ, ശരിക്കും പൂച്ചക്കുട്ടി തന്നെ. കണ്ണ് തുറന്ന് ഉടനെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഓക്കെ, എല്ലാവരും ഇങ്ങനെ ഉണ്ട് കേട്ടോ ബാക്ക് സൈഡിൽ. കൂട്ടിലാക്കാ നല്ല പ്രൊട്ടക്റ്റാണ് കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടായി കുട്ടികളെ. എന്നാൽ പിന്നെ നമ്മളെടുക്കുമ്പോൾ കുഴപ്പമില്ലാണ്ടില്ലു, ബാക്കി ആരെങ്കിലും വന്നിട്ട് എടുക്കുമ്പോൾ നല്ല അഗ്രഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വീട്ടിൽ ബംഗാളി എടുക്കാൻ നോക്കിയിട്ട് നല്ല ഞാൻ വെച്ച് കടി കിട്ടിയിരുന്നു. അപ്പോൾ നമ്മളെടുത്ത് മാത്രം അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മളെടുത്ത് നോക്കിയാൽ അടുത്തൊന്നും നിൽക്കുന്നുമില്ല, എല്ലായിടത്തും ഓടി കളിക്കുന്നുണ്ട്. പക്ഷേ വേറെ ആരെങ്കിലും എടുക്കാൻ പോകുമ്പോൾ തന്നെ ആ പ്രശ്നം കാണിക്കുന്നുണ്ട്. നമ്മളോട് അങ്ങനത്തെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഡാ ഇത് ചെയ്തൊക്കെയല്ലേ. ആ നമ്മൾ മുന്നേ കേട്ട് ഷിറ്റ്സൊക്കെ ബ്രീഡാവുന്ന സമയത്ത് കംപ്ലീറ്റ് ഹെയറൊക്കെ ട്രിം ചെയ്യണം, എന്നാലേ ഇതിൻ്റെ കുട്ടികൾക്ക് പാൽ കൊടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെയെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒരു പ്രശ്നവുമില്ല, ഞാൻ കണ്ടെടുത്താൽ ശരിക്കും അങ്ങനെ ചെയ്യണമായിരിക്കും. പക്ഷേ ഇവിടെ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ രോമൊക്കെ വന്ന് തുടങ്ങും. ഇത്ര രോമം ഉണ്ടാവില്ല, എന്തായാലും ക്രോസ് അല്ലേ, കുറച്ച് രോമം വരും. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതിനെ കുട്ടീനെ തരോ പപ്പിനെ തരോ. നമ്മൾ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടതിന് ശേഷം അത് നമ്മളങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. എന്താ നമുക്കങ്ങനെ കൊടുക്കാൻ ഭയങ്കര പണിയാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും. ഓക്കെ, എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. ഡാ ആ ഇല്ല പ്രശ്നമൊന്നുമില്ല. ഞാൻ വെച്ചാൽ എന്തോ കടിക്കുന്നതായിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇതാ ഒരാൾ പൂച്ചനെ കളിപ്പിക്കുന്നുണ്ട്. ഫാത്തിമ നമ്മളിവിടുത്തെ എൻ്റെ സിസ്റ്റർ മോളാണ്, പക്ഷേ ഇവിടെ വരുന്ന ആളെല്ലാം കാണുന്നുണ്ട് കേട്ടോ. നമ്മുടെ കലീനി എടുത്ത് കളിപ്പിക്കുന്നുണ്ടാ. ഇങ്ങനെ എല്ലാവരും പുറത്തിറക്കും കേട്ടോ രാവിലെ ടൈം. ഇവരെല്ലാവരും ഡ്യൂട്ടി ആൾക്കാർ വരാൻ തുടങ്ങുമ്പോഴാണ് എല്ലാവരും കൂട്ടിലെത്തുക. നല്ല ആസ്വദിച്ചിരിക്കുന്നു ഇതൊക്കെ ഇറക്കുന്നുണ്ടാ. അയ്യോടാ, ഇത് ഫാത്തിമ കേട്ടാ. ഇവിടെ വരുന്നവരെല്ലാം ഇപ്പം ഭയങ്കര വരുന്നവർക്കൊക്കെ കാണാൻ വേണ്ടി പറ്റും, മുന്നിൽ തന്നെ ഉണ്ടാവും. ഇവരാണ് ഇവിടുത്തെ ഗൈഡ്. വരുന്ന ആൾക്കാർക്കൊക്കെ എല്ലാം പറഞ്ഞു കൊടുക്കാനും മരാപ്പൈമനെ ഫീഡ് ചെയ്യിക്കാനും എല്ലാം ഉഷാറല്ലേ? നല്ല ഓക്കെ. എന്താ നമ്മളെ ബോണിനെ കണ്ടാ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നിർത്തി നോക്കിയേ. ദേ തോറ്റ് വന്നേക്കുന്നു നിൻ്റെ മോൻ എന്ന് പറഞ്ഞ പോലെ. അടുക്കള വലിച്ചേക്കല്ല, പൊട്ടിപ്പോവും. നല്ല അന്ന് സെയ്റ് അന്ന് മുടി മുറിച്ചിട്ടില്ലേ, കടിക്കല്ലടാ. മുടി മുറിച്ച് നല്ല കുട്ടപ്പനായിട്ടുണ്ട്. ഞാൻ കാണിച്ചതാ. ഇവൻ്റെ മുടി മുറിച്ചാൽ ഭയങ്കര രസമാണ് കാണാൻ. അതുപോലെ കുറച്ച് ഇത്ര വളരണം, അന്നേരം ഭയങ്കര ഷേപ്പാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയുണ്ട്. ഇനിയിപ്പോൾ അടുത്ത റേസിന് പോകുന്നുണ്ട് അടുത്ത ആഴ്ച. പിന്നെ എവിടെയാണ്? തൃശ്ശൂരല്ലേ? ഏതോ ഒരു സ്ഥലത്ത്. എന്തായാലും നമ്മൾ പിന്നെ റേസിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാത്തിനും പോയിട്ട് പങ്കെടുക്കുക. അതേപോലെ കഴിഞ്ഞ തവണ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവന് കടപ്പുറത്ത് ഓടിയല്ലേ, ഇവന് വേറെ സ്ഥലത്ത്. നമ്മൾ ഇവന് വേറെ കുറച്ച് ബാക്കിലൊരു സ്ഥലത്ത് പോയിട്ട് ഓടിപ്പിച്ച് സെറ്റാക്കി എന്നിട്ടാണ് കൊണ്ടുപോയിന് കേട്ടോ. പക്ഷേ അവിടെ എത്തിയിട്ട് പറ്റിച്ച്. എന്തിനാ പേടിക്കുന്നത്? ഞാൻ ഇന്നെ അടിക്കൂടാ. എന്താടാ മുത്തേ, നീ എന്നേലും അടിക്കലേ? വാ ബോണിക്കുട്ടാ. ഇതാണ് ഈ മൃഗങ്ങൾ വേറൊരു പ്രശ്നം കേട്ടോ. എന്ത് സ്നേഹിച്ചാലും ഇവർ ചിലപ്പോൾ കടിക്കാനും നോക്കും. ഓക്കെ, ഗുഡ് ബൈ. ഒന്ന് തിന്നാൻ കൂടെ കയറ്റാണ്. എന്തെങ്കിലും ട്രീറ്റ് കിട്ടുന്നല്ലേ, കിട്ടാത്തതുകൊണ്ടല്ലേ വിഷമമാണ് മൂപ്പർക്ക്. ഓക്കെ, വാ. നിങ്ങൾക്കൊരു സംഭവം കാണിച്ചാലോ. വാ, നമ്മുടെ കൊയ്പ്പൂവിൻ്റെ ടാങ്ക് ഉണ്ടോ? കൊയ്പ്പൂ എൻ്റെ കയ്യിലല്ല കണ്ടിട്ട് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടേ. എന്നാൽ ഫുഡ് കൊടുത്തേക്കെ. വാ. എന്നാ ഒരാൾ കൊണ്ടുപോയിക്കപ്പോൾ. ഞാൻ ആമക്ക് വേണ്ടി എടുത്താണ് കേട്ടോ, ഇങ്ങൾക്കല്ല ഇത്. ഇവരൊരു സംഭവം ഞാൻ കാണിച്ചു തരാൻ ഇങ്ങോട്ടേക്ക് വന്നേ. എല്ലാവരും ഞെട്ടും. ഓക്കെ, ഓക്കെ. വേറെ അടികൂടലാണ്. ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടികൂടലാണ്. ഇതുണ്ടാ ഈ വേസ്റ്റ് ഉണ്ടോ? ഇത് രാവിലെ വൃത്തിയാക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാകും കേട്ടോ. വൈകുന്നേരം ക്ലീൻ ചെയ്തതാണ്. എന്നിട്ട് രാവിലെ ആകുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. ഇത്ര വൃത്തികേടായിട്ട് ഇല്ലേ നോക്കിയാൽ. ഇത് ഡെയിലി നമ്മൾ 3 നേരം വൃത്തിയാക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്നത് കേട്ടോ. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ഒരു സിറ്റുവേഷൻ മനസ്സിലായിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം വൃത്തിയാക്കിയ ഒരു പോണ്ട് രാവിലെ ആകുമ്പോൾ കാഴ്ച ഉണ്ടാ. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കടാ ടീച്ചറെ. അല്ല കംപ്ലീറ്റ്. അപ്പോൾ ഇത് ഒരു 2 ആഴ്ച വരെ വൃത്തിയാക്കണമെന്ന്, അല്ലെങ്കിൽ ഒരാഴ്ച വൃത്തിയാക്കണമെന്നെങ്കിൽ ഇതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചളിക്കൊളയിരിക്കും. ചാണകക്കുഴി പോലെ ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ലേ, ഇവർ ഹെവി ഫുഡാണ്. ഒരു ദിവസം ഒരു 3-4 കിലോ ഫുഡ് എടുക്കും കേട്ടോ. വെറുതെ പറയുന്നല്ല. ഇപ്പോൾ ഒരു മത്തൻ കൊണ്ടുവന്നിട്ട് ഒരു കട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ കട്ടൊന്നും ചെയ്യണം, അങ്ങനെ ഇട്ട് കൊടുത്താൽ തന്നെ ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഫുൾ ഫിനിഷ് ആവും. അത്ര ഫാസ്റ്റായിട്ട് അടിച്ച് തിന്നല്ല. ഇതന്നെ പരിപാടി. അതുപോലെ നമ്മൾ ആമ ഇങ്ങനെ വിളിച്ചാൽ വരിക. നല്ല രസമാണ് കാണാൻ. ബാ ഇപ്പോൾ ആളെല്ലാം മനസ്സിലാവാൻ തുടങ്ങി. വാ. വരുന്നുണ്ടാ? അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതെടുത്തേ. വാ മുട്ടോടാ. എൻ്റെ ഗ്രോത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാ? ഇത്ര ചെറുതുണ്ടായിരുന്നല്ലേ. പക്ഷെ മറ്റേ മെയിലധികം വളർന്നിട്ടില്ലേ, ഫീമെയിലാണ് ഫുള്ളായിട്ട് നല്ല രീതിയിൽ വളർന്നത്. കാണും ശരിക്കും. എന്നിട്ട് വയ്യാണ്ട് വരുന്ന പോലെ ഉണ്ടല്ലേ. കഴിച്ചോടാ. ഇനം ഇതൊരു പേരൊന്നും ഇട്ടിട്ടില്ല. എന്നിട്ട് വിട്ടുന്നായിട്ട് പേരിടണോ? ഇതിഷ്ടമായില്ല. ഇത് നല്ല ഫുഡേ കഴിക്കൂ. അല്ല കഴിച്ചോടാ. എന്താ ആദ്യം ഒന്ന് വലിച്ച് പിന്നെ ഇതെല്ലാം വിട്ട് എന്താ വെടിയെല്ലാം പോയില്ലണ്ടാ. ആളെ മനസ്സിലാകുന്നുട്ടാ. നല്ല രസമുണ്ട് സ്കിന്ന് തൊടാൻ. മെയിൽ ഇത്രയും വളർന്നിട്ടില്ലോ. പക്ഷെ മെയിലും ഫീമെയിലും തമ്മിലിപ്പോൾ നേരെ ഡബിൾ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ട് പൊളിയല്ലേ. ഇപ്പോൾ എൻ്റെ കൈവെക്കുമ്പോൾ ഏകദേശം മനസ്സിലാവും കണ്ടാ, അത്രയും വലുതും. ഓക്കേ. അതേപോലെ ഇവർ റെഡ് ഹെയർഡ് സ്ലൈഡർ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ.
മുന്നേ നമ്മൾ പിന്നെ ഇതിൻ്റെ പൂർണ്ണ വളർച്ച എത്തിയില്ല, എന്നാലും ഇതിൻ്റെ സ്ലോ ഗ്രോത്താണ്, നല്ല തന്നെ ആവുന്നുള്ളൂ. ഈ ഒരു വലുപ്പം എത്തിയതിന് ശേഷം പിന്നെ വലിങ്ങനെ അനങ്ങുന്നൊന്നും കാണുന്നില്ല. ഇതാ ബാ 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 ബാടാ ഇത് നമ്മളെ ഏച്ചി പിന്നെ ഫുഡും കൊണ്ട് വന്നിട്ടുണ്ട് കറക്റ്റ് ടൈം. സ്ക്വിറലില്ലല്ലേ ഇത്, പിന്നെ കൊയ്പ്പുള്ളത് അല്ലേ, നമുക്ക് കൊടുത്തോക്കല്ലേ. ഐ ബാ ഇവിടെ കഴിച്ചു. രണ്ടാക്കും കൂടിയിട്ടുള്ളതാണല്ലേ പോട്ട്, ഞാൻ ഒരാൾക്ക് തന്നെ വെച്ചു കൊടുത്തു. നമുക്ക് എടുത്തിട്ട് അപ്പുറം വെക്കാം. അത് അപ്പുറത്ത് കുഴപ്പമാക്കുന്നുണ്ട്, ഇവിടെ മാത്രം വെച്ചു കൊടുത്തിട്ട്. പ്രൊസീജിയർ നോക്കണം അല്ലേ, കൂട്ടി തന്നെ ഉണ്ടല്ലോ. ഞാനിപ്പോൾ പറഞ്ഞുള്ളൊരു സംശയം, ഏതായാലും മിസർ ഒന്ന് കയറിടാം, നമുക്ക് പ്രൊസീജിയർ ഉണ്ടോ നോക്കാമല്ലോ. ചിലപ്പോൾ മെയിലിന് അടുപ്പിക്കാത്ത സ്ഥിതിക്ക് മിക്കവാറും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവർക്ക് വയറൊന്നും അങ്ങനെ കാണൂലേ. നമ്മുടെ മറ്റേ സ്ക്വിറലിനാണെങ്കിൽ പിന്നെ ഈ വയറ് കാണുന്ന പോലെ തോന്നിയിന്, ഇവർക്ക് ഒന്നും കാണില്ല. ഉണ്ടല്ലേ, ഇല്ല അത് നമ്മളെ കുട്ടിയല്ലേ. ഫോണ് വീട് പൊട്ടിയാ എന്നായിട്ടല്ല. അയ്യോ കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ കേസ് പിന്നെ ഇതല്ലാത്തതുകൊണ്ട് എന്താ പറയുക, ടോർച്ചടിക്കട്ടെ നല്ല കാണും. ഉണ്ട് കുഞ്ഞുണ്ട് ഏച്ചി, കുഞ്ഞുണ്ട് കേട്ടാ, ഒന്നേ ഉള്ളൂ. അതന്നെ ആണിനെ അടുപ്പിക്കാത്തവരെ എനിക്ക് തോന്നി, ആണിനെ താഴെ തന്നെ കാണുന്നുണ്ട്. അച്ഛനാ, ഓക്കെ, അടിപൊളി അടിപൊളി. എന്തായാലും ഒരു സന്തോഷകരമായിട്ടുള്ള കാഴ്ച. സെറ്റ്. ഇതേ ഫോണെന്തോ അതിനാ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നല്ല സന്തോഷമുള്ള വീഡിയോ ആയി അല്ലേ. ഓക്കെ, അതാ നല്ലോണം സന്തോഷം അതായിരിക്കാമെന്നറിയോ ചെമ്മാട്ടി ചേച്ചിക്ക്. ഹാപ്പി അല്ലേ? പിന്നെ അല്ല, നമുക്കിങ്ങനെ ഓരോന്നോരോന്ന് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതുകൊണ്ട് സന്തോഷം തന്നെ അല്ലേ. എന്നാലും ഇവിടെ പറ്റിച്ചില്ലല്ലേ, ആക്കൂലേ. ഓക്കെ, ഒരു പിന്നെ പറ്റിക്കൂല, കുഞ്ഞ് വരുമെന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ അടുത്ത് ശനിയാഴ്ച കാണാം. ഓക്കെ, ഫോണൊന്നും പ്രശ്നമൊന്നും പറ്റിയില്ല കേട്ടോ, കാണും പറ്റുന്നോട്ടത്തിലൊന്നും പറ്റിയില്ല. ഓക്കെ, ബൈ.